കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഗവർണർ CV ആനന്ദ് ബോസ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കൃത്യവിലോപമാണ്. ഭരണഘടന അനുസരിച്ച് സർക്കാർ പ്രവർത്തിച്ചില്ലെങ്കിൽ ഗവർണറുടെ അധികാരം ഉപയോഗിക്കുമെന്നും CV ആനന്ദ് ബോസ് മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് തെരുവിലിറങ്ങി. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർക്ക് നേരെ നടന്നത് കൂട്ടബലാത്സംഗമെന്നും കേസിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്നും ഗവർണർ CV ആനന്ദ് ബോസ് വിമർശിച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അറിയാതെ ചെയ്യുന്ന തെറ്റ് നമുക്ക് മനസ്സിലാക്കാം. അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിന് ഉണർത്താം, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നതിന് ഉണർത്താനാവില്ല. CBIയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കരുതെന്നും ഗവർണർ തുറന്നടിച്ചു. ആശുപത്രിയിൽ ആക്രമണം നടത്തിയ പ്രതികളെ 42 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഗവർണർ സർക്കാരിന് നൽകിയ അന്ത്യശാസനം. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിരോധവുമായി തെരുവിലിറങ്ങി. വനിതാ നേതാക്കൾക്കൊപ്പം കൊൽക്കത്തയിൽ മാർച്ച് നടത്തി. CBI ഞായറാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മാർച്ച്. മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJPയും ഇടതു പാർട്ടികളും സമരം ശക്തമാക്കി. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുമ്പോൾ വിഷയവും അനുദിനം സങ്കീർണമാവുകയാണ്. അതേസമയം സുരക്ഷ ഉറപ്പാക്കാതെ ഇനി ജോലിയിലേക്കില്ല എന്നാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ തീരുമാനം. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.